ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക മൂർത്തിയോട് പറയുന്നത് സച്ചിയും അർച്ചനയും തമ്മിൽ കണ്ടുമുട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച്. മാത്രമല്ല, അർച്ചനയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ താനായിരിക്കും അവളുടെ ആദ്യത്തെ ശത്രുവെന്നും താൻ മാത്രമായിരിക്കും അവളുടെ ശത്രുപക്ഷത്ത് ഉണ്ടാവുക എന്നും. ഉടനെ ഇക്കാര്യങ്ങളൊക്കെ അവൾ ഗോകുലിനോടും മറ്റുള്ളവരോടും ഒക്കെ പറയും. അങ്ങനെയാണെങ്കിൽ പിന്നീട് തന്നെ എല്ലാവരും അകറ്റി നിർത്തുകയും ചെയ്യും. താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടപ്പിലാവില്ല എന്ന് അവന്തിക അറിയിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ മൂർത്തി ചോദിച്ചു, പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക മാഡം? ഈ ശിവയോഗി അത്ര നിസ്സാരക്കാരനല്ല. അയാൾക്ക് ഒരാളെ കണ്ടാൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി വായിച്ചറിയാൻ കഴിവുള്ള ആളാണ്. അത് കേട്ടതോടെ അവന്തിക പറഞ്ഞു, ഇനി നമ്മളുടെ നീക്കങ്ങൾ ആ രീതിയിൽ ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മൂർത്തി ചോദിച്ചത്, എന്നാൽ പിന്നെ രണ്ടുപേരെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ, അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടതോടെ മൂർത്തിയോട് അവന്തിക പറഞ്ഞു, ഏയ് അങ്ങനെ വന്നാലും പ്രശ്നങ്ങൾ നമ്മളുടെ പിന്നാലെ തന്നെ എത്തും. അങ്ങനെ കൊന്നുകളയാനായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ സാധിക്കുമായിരുന്നല്ലോ. ഇത്രത്തോളം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. അവരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ വരാൻ രാജീവുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അയാൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മൾ തന്നെയാണെന്നതിൽ യാതൊരു സംശയമില്ലാതെ മനസ്സിലാക്കും. കാരണം നമ്മൾ ഇവിടേക്ക് അവരുടെ കൂടെ പോന്നിട്ടുണ്ടെന്നുള്ള കാര്യം രാജീവിനും അറിയാമല്ലോ. അപ്പോൾ പിന്നെ അയാൾ തീർച്ചയായിട്ടും നമ്മുടെ പിന്നാലെ എത്തും. പിന്നെ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാതാകുമെന്ന് അവന്തിക അറിയിച്ചപ്പോൾ മൂർത്തി ചോദിച്ചു, അങ്ങനെ കിടപ്പിലായ അയാൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് മാഡം? അയാൾക്ക് സർവീസിലേക്ക് തിരിച്ചു വന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ? അത് കേട്ടതോടെ അവന്തിക പറഞ്ഞു, അങ്ങനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. രാജീവ് അത്ര നിസ്സാരക്കാരനല്ല. പോലീസിന്റെ ബുദ്ധി എന്താണെന്ന് നമുക്കറിയില്ല. അയാൾ ആ കിടന്ന കിടപ്പിൽ നിന്ന് അയാൾക്ക് പലതും ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തൽക്കാലം ആ രീതിയിലുള്ള നീക്കങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് കണ്ടെത്താൻ കഴിയുന്നത് ഒറ്റൊരു കാര്യം മാത്രമാണ്. ഒരു കാരണവശാലും ഇവിടെ സച്ചിയും അർച്ചനയും പരസ്പരം കണ്ടുമുട്ടാൻ പാടില്ല. ഒരിക്കലും സച്ചി ഇവിടേക്ക് വരാനും പാടില്ല. സച്ചിയുടെ ഇവിടേക്കുള്ള വരവ് നമ്മൾ ഏത് വിധേനയും തടയണം. അതാണ് വേണ്ടത് എന്ന് അവന്തിക അറിയിച്ചു. അഥവാ അർച്ചനയ്ക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സച്ചി ജീവനോടെ ഉണ്ടാവരുത്. സച്ചിയെ ഒരു കാർ അപകടത്തിൽ നമുക്ക് ഇല്ലാതാക്കണം. അതോടെ പിന്നെ എല്ലാ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലും അർച്ചന പിന്നെ ജീവിച്ചാലും യാതൊരു പ്രശ്നവും നമുക്കുണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും എന്നാൽ അത് തന്നെയാണ് നല്ല ഐഡിയ എന്ന് മൂർത്തിയും സമ്മതിക്കുന്നു. അപ്പോഴാണ് ആകെ ടെൻഷനോടെ ഇരിക്കുന്ന ഗൂഗിളിന്റെ അരികിലേക്ക് ശിവയോഗി എത്തിയത്. ധ്യാനത്തിലായിരുന്ന അദ്ദേഹം ഗൂഗിളിന്റെ അരികിലേക്ക് എത്തിയിട്ട് എന്താണ് എന്തോ കാര്യം മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ, എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തോട് വിഷമത്തോടെ ഗോകുൽ പറഞ്ഞു, അതെ വേറൊന്നുമല്ല സ്വാമി, മോളെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി അർച്ചന, സമൃദ്ധ. അതുകൊണ്ട് തന്നെ സമൃദ്ധയ്ക്ക് മോളെ കാണണമെന്ന് വല്ലാത്ത ആശങ്ക നിർബന്ധവും. ഇനി അഥവാ മോളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടുത്തെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകില്ല എന്നാണ് അയാളുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യുക സ്വാമി എന്ന് ഗൂഗിൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രത്തോളം ആഗ്രഹമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം നിർബന്ധമാണ്, മോള് അകത്ത് കയറണമെങ്കിൽ ആ ഇപ്പോൾ നടക്കുന്ന ചികിത്സാ മുറിയിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ ഒരാളും കയറാൻ പാടില്ല. അത് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗൂഗിൾ മോളെ വിളിക്കാനായി അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴാണ് സച്ചി ആതിരയുമായിട്ട് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ആതിരയോട് സച്ചി അരികിൽ വന്നിരുന്ന് പറഞ്ഞു, മോളെ ഒരു കാരണവശാലും മോൾ ഇത്തരം ചിന്താഗതിയോടെ ഇനി മുന്നോട്ട് പോകല്. മോൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ തീരുമാനമൊക്കെ എടുത്തത്? ഇങ്ങനെ ഒരു തീരുമാനം ഒന്നിനും ഒരു പരിഹാരമല്ല. മോൾക്കറിയാലോ, 10 വർഷക്കാലമായി ഞാൻ അർച്ചനയെയും മോളെയും പിരിഞ്ഞിരിക്കുന്നു. അവരെവിടെയാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ചിന്താഗതിയോടെ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ എന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്ന് സച്ചി വേദനയോടെ ആതിരയോട് ചോദിക്കുമ്പോൾ അത് കേട്ട ആതിര സങ്കടത്തോടെ പറഞ്ഞു, സച്ചിയേട്ടാ എന്നോട് ക്ഷമിക്ക്, എനിക്ക് ഒരു തെറ്റുപറ്റി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ഉടനെ സച്ചി പറഞ്ഞു, മോളെ ഇനി ഇത്തരം തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇനി അവനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. താമസിയാതെ അവനെ നമുക്ക് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് സച്ചി ആശ്വസിപ്പിച്ചുകൊണ്ട് ആതിരയെ സമാധാനപ്പെടുത്തുമ്പോൾ എല്ലാം കേട്ട ആതിര അങ്ങനെ ഒരു ജീവിതം തനിക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇനി താൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നും എല്ലാവർക്കും ഞാൻ കാരണം വല്ലാത്ത സങ്കടമായെന്നും എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടിയെന്നും അറിയാം, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് ആതിര എല്ലാവരോടും ക്ഷമ ചോദിച്ചു. അപ്പോഴേക്കും അരികിൽ വന്നിരിക്കുന്ന ഗൗരിമോളെ നോക്കിയിട്ട് ആതിരയോട് സച്ചി പറഞ്ഞു, നീ മറ്റൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല, ഈ കുഞ്ഞിനെയെങ്കിലും കുറിച്ച് ചിന്തിക്കേണ്ടായിരുന്നോ എന്ന് സച്ചി ചോദിച്ചതും ആതിര സങ്കടത്തോടെ ഇനി ഒരു തെറ്റും താൻ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകി. അപ്പോഴേക്കും അരികിലേക്ക് എത്തിയ കമലമ്മ പറഞ്ഞു, നിന്റെ ഈ ഉറപ്പ് ഞങ്ങൾക്ക് വിശ്വാസമല്ല.
അതുകൊണ്ട് നീ മോളുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചു. ഒടുവിൽ ആതിര അതിനും തയ്യാറായി. ഗൗരിമോളുടെ തലയിൽ അമ്മൂട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അങ്ങനെ സത്യം ചെയ്തോടെ ഇനി താൻ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ലെന്നും ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ഇല്ല എന്നും ഉറപ്പ് നൽകിയപ്പോൾ കമലമ്മ പറഞ്ഞു, മോളെ നിനക്ക് എപ്പോഴും കൂട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഇല്ലേ? ഒന്നുമല്ലെങ്കിലും ഈ മോളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മൂട്ടി പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? അമ്മയുടെ കൂടെ ഞാനില്ലേ എപ്പോഴും? അത് കേട്ടതോടെ കമലമ്മ ചോദിച്ചു, കണ്ടില്ലേ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ വാക്കുപോരെ നിനക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ? ഒന്നുമല്ലേലും ഞങ്ങളെല്ലാം നിന്റെ ഒപ്പം ഇല്ലേ? സച്ചി ഇല്ലേ? ഞങ്ങളെല്ലാവരും ഇല്ലേ എന്ന് പറഞ്ഞ് ആതിരയെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം സച്ചി പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും കമലമ്മയോട് പറഞ്ഞു, അമ്മേ എപ്പോഴും അമ്മയുടെ ശ്രദ്ധ ആതിരയുടെ മേലുണ്ടാവണം. അവളുടെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുകയാണ്. അവളുടെ മനസ്സിൻ്റെ ഏറ്റ ആഘാതം മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ കമലമ്മ പറഞ്ഞു, മോനെ എനിക്കറിയാം നിന്റെ അവസ്ഥ. നമ്മുടെ ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് നീ ഒറ്റ ഒരാൾ കാരണമാണ്. നിന്റെ മനസ്സ് തകർന്നു പോകരുത്. നീ ഒരിക്കലും വേദനിക്കരുത്. നിന്റെ ഈ ധൈര്യം ചോർന്നു പോയാൽ ഈ കുടുംബം ഇല്ലാതാകുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ സച്ചി പറഞ്ഞു, അമ്മേ എനിക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ അധ്വാനിക്കുന്നതിലോ കഷ്ടപ്പെടുന്നതിലോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുമ്പോഴാണ് മനസ്സാകെ തകരുന്നത്. അതുകൊണ്ട് അമ്മ ആതിരയുടെ മേൽ അമ്മയുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണമെന്ന് സച്ചി ഓർമ്മിപ്പിച്ചു. എൻ്റെ മോനെ നീ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കമലമ്മ സച്ചിയെ യാത്ര അയച്ചു. സച്ചി പോയി കഴിയുമ്പോഴേക്കും കമലമ്മ വേഗം അകത്തേക്ക് കയറി വരുമ്പോൾ ആതിര ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനെ കണ്ണീരോടെ ഇരിക്കുന്ന ആതിരയ്ക്കരികിലേക്ക് എത്തി കമലമ്മ ചോദിച്ചു, നീ ആർക്കു വേണ്ടിയായി സങ്കടപ്പെടുന്നത്? നിന്റെ ആരാ മരിച്ചുപോയത് എന്ന് ചോദിച്ചപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആതിരയോട് കമലമ്മ പറഞ്ഞു, മോളെ നിനക്ക് ഈ അമ്മയില്ലേ? ഞങ്ങൾ എല്ലാവരും ഇല്ലേ നിന്റെ കൂടെ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഒന്നും ഓർത്ത് എൻ്റെ മോള് വിഷമിക്കരുത്. നിന്നെ വേണ്ടെന്ന് പറഞ്ഞവൻ പൊയ്ക്കോട്ടെ. അവന് തെറ്റ് സംഭവിച്ചാണെന്ന് അവൻ തിരിച്ചറിയും. ആ അവന്തിക അവൾ ഒറ്റയൊരുത്തിയാ എൻ്റെ മോൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത്. അവൻ്റെ മനസ്സിനെ തകർത്ത് കളഞ്ഞത്. അവൻ്റെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഉണ്ടാക്കിയത്. എന്തായാലും അവൾക്ക് അതിനുള്ള ശിക്ഷ ഈശ്വരൻ കൊടുത്തോളും. എല്ലാം മനസ്സിലാക്കി അവൻ തിരിച്ചു വരും മോളെ എന്നെല്ലാം കമലമ്മ ആതിരയെ ആശ്വസിപ്പിച്ചു. അങ്ങനെ കമലമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആതിരയെ സമാധാനിപ്പിച്ചുകൊണ്ട് കമലമ്മ പറഞ്ഞു, മോളെ സച്ചി അവൻ ഇതിനേക്കാളേറെ തീയുമായിട്ടാണ് നടക്കുന്നത്. ഉള്ളു നിറയെ തീയാണ് ആ പാവത്തിൻ്റെ മനസ്സിൽ. അതിൻ്റെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കിയാൽ അവനാകെ തകർന്നു പോകും. അറിയാമല്ലോ, നമ്മളെ ഈ 4 പെൺകുട്ടികളും അവൻ ഒറ്റയൊരാളെ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത്. അവന് അവൻ്റെ മനസ്സിന് എന്തെങ്കിലും തകർച്ച ഉണ്ടായാൽ, അവൻ വീണു പോയാൽ പിന്നെ നമ്മുടെ ആശ്രയമാണ് ഇല്ലാതാവുന്നതെന്നുള്ള കാര്യം മോള് മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, ഇല്ലമ്മേ, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഈ കുടുംബത്തിന് ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്ന് ആതിര വാക്ക് നൽകി. അതിനുശേഷം ഗൂഗിൾ ഗൗരിമോളെ വിളിക്കുവാനായിട്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് ശോഭ ഗൗരിമോളെ വിളിക്കാനായി ഗൂഗിൾ പോകുമ്പോൾ ശോഭയുടെ മനസ്സിലുള്ള ആശങ്ക ഇനിയും ഇങ്ങനെ ഒരു തീരുമാനം വേണോ എന്നതായിരുന്നു. ഇത്തരത്തിലൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ അത് ഇനിയും ഗൗരിമോളുടെ ജീവിതത്തെ ബാധിക്കില്ലേ? മോളോട് ആ സ്നേഹം ഇനിയും ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ അവളുടെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതേ ഒരു ആശങ്കയെ ശോഭയുടെ മനസ്സിനെ അലട്ടുന്നത് കൊണ്ട് ശോഭ ആകെ ടെൻഷനോടെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, അമ്മേ എൻ്റെ മോളെ ഇനി ഓർമ്മകൾ തിരിച്ചു കിട്ടിയ സമ്പ്രതിക്ക് സ്നേഹിക്കാനാവുന്നില്ല എങ്കിൽ എൻ്റെ മോൾക്ക് അങ്ങനൊരു വിധിയില്ല എന്നും അങ്ങനൊരു അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമില്ലെന്നും ഞാൻ കരുതിക്കൊള്ളാം. അല്ലാതെ എൻ്റെ മോൾക്ക് വേണ്ടി സ്വാർത്ഥത കാണിക്കാൻ എനിക്കാവില്ലമ്മേ എന്ന് ഗൂഗിൾ അറിയിച്ചു. അപ്പോഴാണ് അർച്ചന സ്വാമിജിയുടെ അരികിലേക്ക് എത്തിയത്. എന്തോ എന്നോട് ചോദിക്കാനുണ്ടല്ലോ സമൃദ്ധിക്ക് എന്ന് സ്വാമിജി ചോദിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, ഇപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു കാര്യം എനിക്കറിയണം. എൻ്റെ മോളെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്നൊരാഗ്രഹം. മോളെ കാണാനായിട്ട് വല്ലാതെ മനസ്സാഗ്രഹിക്കുന്നുണ്ട്. മോളെക്കുറിച്ച് ഒരു ദുസ്വപ്നം ഞാൻ കണ്ടു. അതുകൊണ്ട് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടോ സ്വാമിജി എന്നന്വേഷിച്ചതും അർച്ചന ആ ഒരു ചോദ്യം ചോദിച്ചതോടെ അർച്ചനയ്ക്ക് അനുമതി നൽകുകയാണ് ശിവയോഗി. അതിനെന്താ, മോളിവിടേക്ക് വരുന്നത് മനസ്സിനും സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തന്നെ ഒരേ ഉണർവാണ് ഉണ്ടാവേണ്ടത്. അത് മോളുടെ സാന്നിധ്യം കൊണ്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ. മോള് വന്നോട്ടെ എന്ന് ശിവയോഗി അനുമതി നൽകുന്നു.